ഹലോ, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന കേക്കാണിത്. ഒരു മോൾഡിൽ ഓയിൽ പുരട്ടി ബട്ടർ പേപ്പർ വയ്ക്കുക. ബട്ടർ പേപ്പറിൽ ഓയിൽ പുരട്ടണം. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റൈറ്റിംഗ് പേപ്പറിലാണ് ഓയിൽ പുരട്ടി വയ്ക്കുന്നത്. ഓയിൽ പുരട്ടി മാറ്റി വെച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് പാല് ചൂടാക്കാൻ വയ്ക്കുക. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഞാൻ ബേക്കിംഗ് സോഡ എടുക്കുന്നില്ല. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രമാണ് ഇടുന്നത്. കറക്റ്റ് 1 ടീസ്പൂൺ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ആ സ്പൂണിന് 1/4 സ്പൂണാണ് ഇടുന്നത്. അതായത് 5 ml വരുന്ന തരത്തിൽ ബേക്കിംഗ് പൗഡർ എടുക്കുക. ബേക്കിംഗ് പൗഡറും മൈദയും 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് 3 വട്ടം അരിച്ചു വയ്ക്കണം. 3 വട്ടം അരിച്ചാൽ മാത്രമേ നല്ല സ്പഞ്ച് നമുക്ക് കിട്ടുള്ളൂ. അരിക്കുന്നതിന് വേണ്ടിയിട്ട് പാത്രം മാറ്റി മാറ്റി അരിക്കാം നമുക്ക്, അല്ലെങ്കിൽ ഇതുപോലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് മൈദ കോരി മാറ്റിയിട്ട് അതിൽ തന്നെ വീണ്ടും വീണ്ടും അരിച്ചെടുക്കാവുന്നതാണ്. എൻ്റെ കൈവശം കേക്ക് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളൊന്നുമില്ല. റൊട്ടേറ്റിംഗ് ടേബിളോ അതിന് പറ്റിയ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെയോ അങ്ങനെയൊന്നുമില്ല. ആകെയുള്ളതൊരു മോൾഡും ഒരു ചെറിയ ബീറ്ററും മാത്രമാണ്. അത് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം? എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പം നമ്മുടെ കൈവശമുള്ള സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മൈദ നമുക്ക് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുത്താൽ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മിക്സായിട്ട് കിട്ടും. പിന്നെ 4 കോഴിമുട്ട വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കണം. അതിൽ മുട്ടയുടെ തോടിലൊഴിച്ച് തന്നെ വേർതിരിക്കുമ്പോഴത്തേക്ക് മുട്ടയുടെ പുറത്തൊക്കെ ആവും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഈ മുട്ട നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് വച്ചതിന് ശേഷം ഇങ്ങനെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പൊട്ടാതെ, മഞ്ഞക്കരു പൊട്ടി അതിലോട്ട് വീഴാതെ നമുക്ക് നന്നായിട്ട് മാറ്റിയെടുക്കുക. ഒരു 1/4 കപ്പ് മൈദ എടുത്ത പാത്രത്തിന് 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിക്കുക. പൊടിച്ച് കഴിയുമ്പോൾ ഈ 1/4 കപ്പ് 1 കപ്പായിട്ട് മാറും. അതിനുശേഷം വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ പത പൊങ്ങി നിൽക്കുന്നതൊക്കെ അടങ്ങി നല്ല ക്രീമി ടെക്സ്ചറിൽ എത്തുന്നത് വരെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം അതിൽ 1 നുള്ളു ഉപ്പിട്ടിട്ട് കുറേശ്ശെ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കണം. പഞ്ചസാര മുഴുവനും കുറേശ്ശെയായിട്ട് ചേർത്ത് അതിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ വെള്ള നല്ല സ്റ്റിഫാകുന്നത് വരെ ബീറ്റ് ചെയ്യുക. അതിൽ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. വാനില എസൻസ് ഒഴിച്ചാൽ മുട്ടയുടെ സ്മെല്ലൊക്കെ നമുക്ക് മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ ഈ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത് കൊണ്ട് മുട്ടയ്ക്ക് വലിയ സ്മെല്ലൊന്നും കാണില്ല. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അതും കൂടെ ഇതിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് വരണം. ക്രീമി ടെക്സ്ചർ എത്തുന്നത് വരെ ബീറ്റ് ചെയ്യണം. അതിന് എത്ര ടൈം എന്നൊന്നുമില്ല, നമുക്കത് അറിയാൻ പറ്റും നല്ലതായിട്ട്. അതായത് ആ ഇതിൽ നിന്ന് ബ്ലേഡിൽ നിന്നും വിട്ട് വരത്തക്ക വിധത്തിൽ നമ്മളതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനിടയിൽ തന്നെ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കണം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് നിർത്തിയിട്ട് ഈ മാവ് ഇതിലോട്ട് അരിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. അരിച്ചിട്ട് കൊടുത്തിട്ട് ഉയർത്തി കുഴയ്ക്കണം. അപ്പം ഇങ്ങനെ റൗണ്ടഡായിട്ട് ഉയർത്തി കുഴയ്ക്കണം. അതായത് ഈ മുട്ടയുടെ വെള്ള താന്ന് പോവാത്ത വിധത്തിൽ നന്നായിട്ട് കുഴയ്ക്കുക. 2-4 പ്രാവശ്യമായിട്ട് മാവിട്ട് കുഴയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് നന്നായിട്ട് മിക്സ് ആകാതെ ഇടയ്ക്ക് ചെറിയ കട്ടകൾ കിടക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇടയ്ക്ക് കട്ട കിടക്കുകയാണെങ്കിൽ അത് കേക്കിൽ നമുക്ക് കട്ടായിട്ട് തന്നെ കാണാൻ പറ്റും. അതിനോടൊപ്പം 1 കപ്പ് പാൽ, 1 കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 60 ml 1/4 കപ്പ് പാല് അതിലോട്ട് ചേർക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് പാലും ഒഴിച്ച് ഈ മാവും കൂടെ ചേർത്ത് നമുക്കതിനെ മിക്സ് ചെയ്യാം. ഇങ്ങനെ നന്നായിട്ട് സാവകാശം മിക്സ് ചെയ്ത് ഏറ്റവും പ്രയാസമുള്ള കേക്ക് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രയാസം എനിക്കിതാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ മിക്സിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടതിന് ഒരു പപ്പടക്കുത്തി പോലെയുള്ള കമ്പി എന്തെങ്കിലും വെച്ചൊന്ന് റൗണ്ട് അടിക്കുമ്പോൾ ബബിൾസ് എല്ലാം പുറത്ത് വരും. അത് കഴിഞ്ഞിട്ട് കുറേ പ്രാവശ്യം തട്ടിക്കൊടുക്കുക. എന്നിട്ടതിന് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലോട്ട് വെച്ച് അടച്ചു വയ്ക്കുക. അതിൻ്റെ പുറത്തൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കണം. ഒരു 40-45 മിനിറ്റ് നേരം മീഡിയത്തിൽ വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം.
അപ്പോൾ എൻ്റെ പാത്രത്തിൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് അതിൻ്റെ അടപ്പിൽ തട്ടി ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് നല്ലൊരു കേക്ക് കിട്ടി. അതിനുശേഷം 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത്, 1 കപ്പും പിന്നെ ഒരു 1/2 കപ്പും കൂടെ എടുത്ത് വിപ്പിംഗ് ക്രീം, ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം വിപ്പിംഗ് ക്രീം ഇരിക്കേണ്ടത്. അതിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്ക് അതിനെയും നല്ല സ്റ്റിഫായിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. സ്റ്റിഫ്നെസ് കിട്ടുന്നത് വരെ അടിച്ചെടുക്കണം. അത് ഓവർ ബീറ്റ് ചെയ്യാതെ നോക്കുകയും വേണം. എന്നിട്ട് കേക്കിന് നമുക്ക് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനുള്ള ഇതൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കൈവശമുള്ള കത്തി വെച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് പാലിൽ കുറച്ച് വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് ഞാനതിന് സോക്ക് ചെയ്യാനുള്ള ലിക്വിഡാക്കി. അതിനുശേഷം ക്രീം അതിലോട്ട് പുരട്ടുന്നു. ക്രീം പുരട്ടാനുള്ള കത്തിയൊന്നുമില്ല, കയ്യിൽ ആകെയുള്ള ഒരു സ്പാച്ചുല വെച്ച് തന്നെയാണ് ക്രീം പുരട്ടുന്നത്. റൊട്ടേറ്റിംഗ് ടേബിൾ ഇല്ലാത്തതുകൊണ്ട് ചപ്പാത്തി പലകയുടെ മുകളിൽ വെച്ചാണ് ഞാൻ പിന്നെ കേക്ക് ക്രീം ചെയ്യുന്നത്. കേക്ക് വെച്ച് സോക്ക് ചെയ്ത് അതിൻ്റെ പുറത്ത് ക്രീമിട്ട്, അതിൻ്റെ പുറത്ത് വിപ്പിംഗ് ക്രീം ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വീണ്ടും ചെയ്ത് ഒരു ക്രം കോട്ടിംഗ് പൂർത്തിയാക്കി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് വീണ്ടും ബാക്കി കയ്യിൽ ഉണ്ടായിരുന്ന ക്രീം മുഴുവൻ അതിലോട്ട് പുരട്ടാനായിട്ടുള്ള ഉപകരണങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഒരുവിധം ഭേദപ്പെട്ട ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കി. പക്ഷെ എനിക്ക് വളരെ സന്തോഷം ഇത്രയും നല്ലതായിട്ട് ചെയ്തെടുത്തതിൽ. എന്നിട്ട് ഈ കേക്ക് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഫ്രീസ് ചെയ്യിച്ചു. അതിനുശേഷം ഞാനിതെൻ്റെ മക്കൾക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് തന്നെ കൊടുത്തു. അവർക്ക് വളരെ ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.